എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലും ആത്മീയതയിലും ഉപാസന എന്ന വാക്കിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ പരമമായ സത്യത്തിലേക്ക് മനസ്സിനെ അടുപ്പിച്ച് നിർത്തുക എന്നതാണ് ഉപാസന കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കാരുണ്യം നിറഞ്ഞതും മാതൃത്വം നിറഞ്ഞതുമായ ഒന്നാണ് ദേവീ ഉപാസന. ശക്തിയുടെ, സ്നേഹത്തിന്റെ, ജ്ഞാനത്തിന്റെ പ്രഭാവമായ ജഗദംബികയെ ഉപാസിക്കുന്നത് എങ്ങനെയെന്നും അതിന്റെ പ്രാധാന്യമെന്തെന്നും അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കിന്ന് സംസാരിക്കാം. ആരാണ് ദേവി എന്ന ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. നമ്മൾ വിഗ്രഹങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും ആരാധിക്കുന്നുണ്ടെങ്കിലും ദേവി എന്നാൽ വെറുമൊരു ചിത്രമോ വിഗ്രഹമോ മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ ചാലകശക്തിയായ കോസ്മിക് എനർജി എന്ന് നമ്മൾ പറയില്ലേ, ആ പ്രകൃതി തന്നെയാണ് ദേവി. ഈ ലോകത്തിലെ സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആദിപരാശക്തിയാണ് ദേവി. പുരാണങ്ങളിൽ ആദിപരാശക്തിയുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ കഥകളാണുള്ളത്. പ്രധാനമായും ദേവീ ഭാഗവതം, മാർക്കണ്ഡേയ പുരാണം എന്നിവയിലാണ് ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നത്. മാർക്കണ്ഡേയ പുരാണത്തിലെ ദേവീ മാഹാത്മ്യത്തിൽ ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്നീ ദേവന്മാരുടെ തേജസ്സിൽ നിന്നും മഹിഷാസുരനെ വധിക്കാൻ ദേവി രൂപം കൊണ്ടു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ദേവീ ഭാഗവത പ്രകാരം ദേവിക്ക് പ്രത്യേകമായി ഒരു ഉത്ഭവമില്ല. ദേവി അനാദിയും അനന്തവുമായ ഒരു പരബ്രഹ്മ രൂപമാണ്. ദേവി തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിക്കായി ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികൾക്ക് ജന്മം നൽകിയതെന്ന് ദേവീ ഭാഗവതം പറയുന്നു. ഭാരതീയ ദർശനമനുസരിച്ച് പ്രപഞ്ചം നിലകൊള്ളുന്നത് ശിവനും ശക്തിയും ചേരുമ്പോഴാണ്. ശിവൻ എന്നത് നിശ്ചലമായ ബോധമാണെങ്കിൽ ആ ബോധത്തിന് ചലിക്കാനും സൃഷ്ടി നടത്താനും ആവശ്യമായ ഊർജമാണ് ശക്തി അഥവാ ദേവി. നമ്മുടെ ശരീരത്തെ ഉദാഹരണമാക്കിയെടുത്താലും നമുക്ക് ജീവനുള്ള അവസ്ഥയും ജീവനില്ലാത്ത അവസ്ഥയും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഊർജമുണ്ടെങ്കിലല്ലേ നമുക്കും ചലിക്കാൻ കഴിയൂ. ശക്തിയില്ലെങ്കിൽ ശിവന് പോലും ചലിക്കാൻ സാധിക്കില്ല എന്ന് ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ പറയുന്നുണ്ട്. ആ പ്രപഞ്ചത്തിന്റെ ശക്തിയെയാണ് നമ്മൾ ഉപാസനയിലൂടെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ദേവിയെ ഉപാസിക്കുന്നവരുടെ ശക്തി എത്രത്തോളമാണെന്ന് ആലോചിച്ചു നോക്കൂ. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സ്വന്തം ഗർഭപാത്രത്തിൽ വഹിച്ച് പരിപാലിക്കുന്ന ഒരു അമ്മയുടെ ഭാവമാണ് ദേവിക്ക്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് അമ്മയോടുള്ള അത്രയും സ്വാതന്ത്ര്യത്തോടെയും ഭക്തിയോടെയും നമുക്ക് ദേവിയെ സമീപിക്കാം. ദേവീ ഉപാസന എന്നത് വെറുമൊരു വഴിപാട് മാത്രമായി കാണരുത്. അതിലൂടെയുള്ള ചില തത്വങ്ങൾ കൂടി മനസ്സിലാക്കി ഉപാസന ചെയ്താൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കൂ. സ്ത്രീ ശക്തിയെ ഏറ്റവും ഉന്നതമായി കാണിക്കുന്നതാണ് ദേവീ ഉപാസന. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ. എവിടെയാണോ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നത് അവിടെ ദേവതമാർ വസിക്കുന്നു എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഒരു ദേവി ഉപാസകൻ ഒരിക്കലും ഒരു സ്ത്രീയെ വേദനിപ്പിക്കാനോ അധിക്ഷേപിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ദേവിയെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർ എത്ര പ്രാർത്ഥിച്ചാലും അതിനുള്ള ഫലം ലഭിക്കില്ല. അതുപോലെ മഹിഷാസുരൻ, ചണ്ഡമുണ്ടന്മാർ, രക്തബീജൻ തുടങ്ങിയ അസുരന്മാരെ ദേവി വധിച്ചു എന്ന് പുരാണങ്ങളിൽ വായിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ കാമം, ക്രോധം, ലോഭം, അഹങ്കാരം തുടങ്ങിയ ആസുരീയ ഭാവങ്ങളെ ഇല്ലാതാക്കുന്നതിനെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിച്ച് ദേവിയെ സ്മരിക്കുക. ലളിതാ സഹസ്രനാമമോ നവാക്ഷരി മന്ത്രമോ ദേവീ മാഹാത്മ്യമോ വായിക്കാവുന്നതാണ്. ദേവി ഉപാസനയിൽ ശരീരശുദ്ധിയേക്കാൾ കൂടുതൽ മനസ്സിന്റെ ശുദ്ധിയാണ് പ്രധാനം എന്ന് ഓർമ്മിക്കുക. നിങ്ങൾ കുളിച്ചില്ലെങ്കിലും എന്തിന് പല്ല് തേച്ചില്ലെങ്കിൽ പോലും ദേവി ക്ഷമിക്കും. പക്ഷേ മനഃശുദ്ധിയില്ലാത്തവരുടെ പ്രാർത്ഥനകൾ ദേവി ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അമിതമായ ആഗ്രഹം, ദേഷ്യം, പിശുക്ക്, വൈരാഗ്യം, അഹങ്കാരം, അസൂയ തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും ഒരു ദേവി ഉപാസകനോ ഉപാസകയ്ക്കോ ഉണ്ടാകാൻ പാടില്ല. ഉപാസകർക്ക് മാത്രമല്ല, ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയുന്നതിൽ നിന്നോ ചിന്തിക്കുന്നതിൽ നിന്നോ വിട്ടുനിൽക്കുക. ദിവസവും കുറച്ചു സമയം ശാന്തമായിരുന്ന് ധ്യാനിക്കുകയോ പ്രാർത്ഥനകൾ ചൊല്ലുന്നതോ മനസ്സിന്റെ ചഞ്ചലത കുറയ്ക്കും. അതുപോലെ പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക. അശരണരെ സഹായിക്കുന്നത് മൂലം കർമ്മദോഷം കുറയ്ക്കാൻ സാധിക്കും. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇന്ന് എൻ്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും വിഷമമുണ്ടായോ എന്ന് സ്വയം വിലയിരുത്തുകയും തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക.
വിഗ്രഹങ്ങളെയോ ചിത്രങ്ങളെയോ എത്ര പൂജിച്ചാലും നമ്മുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ ആ പ്രാർത്ഥനകൾ പൂർണ്ണമാകില്ല. മനസ്സാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. കണ്ണാടി വൃത്തിയായാൽ മാത്രമേ അതിൽ മുഖം വ്യക്തമായി കാണാൻ കഴിയൂ എന്ന പോലെ മനസ്സ് ശുദ്ധമായാൽ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനവും ഈശ്വര ചൈതന്യവും അനുഭവിക്കാൻ സാധിക്കൂ. ദേവി ഉപാസനയിൽ പ്രധാനമായും ഇതെല്ലാം ശ്രദ്ധിക്കുക. ദേവി ഉപാസനയിൽ കഠിനമായ തപസ്സുകളോ ആചരണങ്ങളോ ഒന്നുമില്ല. ശുദ്ധമായ മനസ്സ്, നിർമ്മലമായ ഭക്തി, ഇത് രണ്ടുമുള്ളവർക്ക് ധൈര്യമായി ദേവിയെ ഉപാസിക്കാം. പ്രത്യക്ഷ ഫലം ലഭിക്കും. ജീവിതത്തിൽ നിങ്ങൾക്കൊരിക്കലും പിന്തിരിഞ്ഞു നോക്കേണ്ടിയേ വരില്ല. എല്ലാം ജഗദംബിക നോക്കിക്കൊള്ളും. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ തളർന്നു പോകാതെ അതിനെ എല്ലാം നേരിടാനുള്ള ആന്തരിക ശക്തി ദേവി നമുക്ക് നൽകും. ചുരുക്കി പറഞ്ഞാൽ സദാസമയം നിങ്ങൾ ദേവിയുടെ സംരക്ഷണയിലായിരിക്കും. ഒരു കവചം തീർത്ത് പരാശക്തി നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതാണ് ദേവി ഉപാസനയുടെ ഫലം. അതുപോലെ എപ്പോഴും രോഗങ്ങൾ വരുന്നവർക്ക്, ആരോഗ്യശക്തി കുറഞ്ഞവർക്ക്, മദ്യപാനത്തിന് അടിമപ്പെട്ടവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, സന്താന ഭാഗ്യമില്ലാത്തവർ തുടങ്ങിയവരൊക്കെ ദേവി ഉപാസന ചെയ്താൽ ഫലം കണ്ടു തുടങ്ങും എന്ന് നിശ്ചയമാണ്. നവഗ്രഹ ദോഷം പോലും മാറി നിൽക്കും. ദേവി മാഹാത്മ്യമോ ലളിതാ സഹസ്രനാമമോ കനകധാരാസ്തവമോ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് ആ പുസ്തകത്തെ ദേവിയായി കണ്ട് വിടാതെ സ്ഥിരമായി പ്രഭാതത്തിലും പ്രദോഷത്തിലും ജപിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ദേവി തരും. അതുപോലെ ആവശ്യമില്ലാത്തതൊക്കെ നശിപ്പിക്കുകയും ചെയ്യും. അനുഭവങ്ങളാണ് ദേവിയെക്കുറിച്ച് പറയാൻ സഹായിക്കുന്നത്. നമ്മെ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവന്ന അമ്മയെപ്പോലെ തന്നെയാണ് ജഗദംബികയും. നമ്മൾ എത്ര ദൂരെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ഹൃദയത്തിൽ തട്ടി വിളിച്ചാൽ ഓടിയെത്തുന്ന കാരുണ്യക്കടലാണ് സാക്ഷാൽ പരാശക്തി. ഭയമില്ലാതെ പൂർണ്ണമായ സ്നേഹത്തോടെ ജഗദംബികയെ ഉപാസിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി സുഹൃത്തുക്കളെ.